ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ, അതായത് പരാജയത്തിന്റെ കയ്പിനീര് അറിഞ്ഞ റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നു. ഈ വിജയം കൈവരിക്കുന്ന സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും ഈ നാടിന്റെ വികസന സാധ്യതകളെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളും തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നലെ തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പൊതുവിലുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം LDFന് സംഭവിച്ചു എന്നുള്ളത് അത് വിശകലനം ചെയ്യാനും പഠിക്കുവാനും തയ്യാറാവും. ജനങ്ങളുടെ തീരുമാനത്തെ മറികടക്കുക എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എവിടെയാണ് വിശകെന്ന് കണ്ടെത്താൻ അത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യപ്പെട്ട് തെറ്റുതിരുത്തി മുന്നോട്ട് പോകാനും കാലാകാലങ്ങളിലുണ്ടാകുന്ന ഈ മാറ്റങ്ങളെ ഏത് വിധത്തിലാണ് തിരുത്തേണ്ടതുള്ളത് എന്ന് മനസ്സിലാക്കാനും തയ്യാറാകുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല റോഷി അഗസ്റ്റിൻ ആണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവിടെ റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടു. ഇടുക്കി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. ധർമ്മടത്ത് ഒരു പ്രേക്ഷകൻ ചോദിച്ചത്, പിണറായി വിജയൻ ഇപ്പോൾ 8240 നോട്ടുകൾ മുന്നിലാണ്. ശരിക്കും ഇനി 12 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു, 15 റൗണ്ടുകൾ ഉണ്ടാകെ. കഴിഞ്ഞ 44,000 വോട്ട് ഭൂരിപക്ഷം ലീഡുണ്ടായിരുന്ന അതാണ് ഇപ്പൊ 4-1 പോലും ആവാതിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ദുർബുദ്ധി പറയാം. തമിഴ്നാട്ടിൽ ഇപ്പൊ 107 മണ്ഡലങ്ങളിൽ വിജയ് മുന്നിലാണ്. എടപ്പാടി പളനിസ്വാമിയുടെ പ്രസ്ഥാനം 61 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുകയാണ്. സ്റ്റാലിന്റെ മുന്നണി 66. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ AEADMകെയും നമ്മുടെ വിജയം കൂടെ ചേർന്നാൽ മന്ത്രിസഭ ഉണ്ടാക്കാമല്ലോ. അത് വേണം ഉണ്ടാക്കാം. പക്ഷെ അത് നിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.